എടാ നീ ഇങ്ങനെ കിടന്ന് വിഷമിക്കല്ലേ. എടാ ടെൻഷൻ ആവാതെ ഇത് ഗ്യാസിന്റെ ആയിരിക്കും. ഗ്യാസിനൊന്നും അങ്ങ് നിസ്സാരമായിട്ട് കാണരുത്. ഗ്യാസ് ഒന്നും ഇപ്പൊ കിട്ടാനില്ല. ആ ഗ്യാസാണോ ഈ ഗ്യാസ്? ഇത് അറ്റാക്ക് വരുന്ന ഗ്യാസ്, മറ്റേത് അച്ചായം കൊണ്ടുവരുന്ന ഗ്യാസാ. രണ്ടും രണ്ടാ. ടെൻഷൻ ആവല്ലേ അളിയാ. ഓട്ടോ ഇതിനൊക്കെ സ്പീഡിൽ പോകുന്ന ആരടാ വണ്ടി ഓടിക്കുന്നത്? ഞങ്ങളെ മോനെ. എടാ അവനോടൊന്ന് ചവിട്ടി വിടാൻ പറയടാ. അവൻ എക്സ്പീരിയൻസ് ആയിട്ടില്ല. നാളെ ടെസ്റ്റാ. കൈ തെളിയാൻ പറ്റിയത് കൊടുത്തേ. ഓർത്തെ ചാവാൻ കിടക്കുമ്പോഴാണ് ഓർത്തിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. വണ്ടി നിർത്തടാ. അളിയ നീ ഇങ്ങനെ പേടിക്കല്ലേ. ഒന്നുമില്ലെങ്കിൽ നിനക്ക് ഞാൻ ഇല്ല അളിയാ. ആരാ ഇതിന്റെ ഇടയിൽ കിടന്ന് വിളിക്കുന്ന? ലൈറ്റ് വർക്കും മണിയണ്ണ ഇല്ല, ഞാൻ വരൂല. നമ്മുടെ സന്തോഷിന് സുഖമില്ല. അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക. അണ്ണാ ഒരു 25 ട്യൂബിന്റെ കാര്യമില്ല എണ്ണാവുള്ളൂ. അത് നിങ്ങളെടുത്ത് കെട്ട്. പിന്നെ മുഴുവൻ ട്യൂബും കെട്ടാൻ നിൽക്കണ്ട. ചിലപ്പോൾ ഒരു 5 എണ്ണം സന്തോഷിന്റെ വീട്ടിലേക്ക് വേണ്ടി വരും. നിനക്ക് ഞാൻ ഇല്ല എളിയ. ഇനി ആശുപത്രിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്റർ ഉണ്ട്. ആണല്ലേ? അതെ എണ്ണയടിക്കണം. ഇതൊക്കെ നേരത്തെ അടിച്ച് വെക്കണ്ടേടാ. നേരത്തെ അടിച്ചിടാ. എനിക്കറിയാം നിനക്ക് അറ്റാക്ക് വരുമെന്ന്. ഇപ്പൊ എത്ര രൂപ അടിക്കണമെന്ന് പറ. 1000 രൂപയ്ക്കടി തിരിച്ചും കൊണ്ട് ഒരാളല്ലേ. 1000 രൂപ ഒന്നും അടിക്കണ്ട. തിരിച്ച് ആംബുലൻസിലാണ് ഇവിടെ കൊണ്ടുവരുന്നെങ്കിൽ 500 രൂപ എന്നാ അധികം ആവത്തി. സന്തോഷേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല. വല്ല അറ്റാക്കും വരും. സത്യം പറഞ്ഞ ഇവന്റെ കിടക്കുന്നത് ചത്താ മതി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ ഓഹരി 5 സെന്റ് എന്റെ പെങ്ങളെ പേരിൽ എഴുതി കൊടുക്കാൻ എന്റെ വീട്ടുകാരോട് പറയണം കേട്ടോ. എന്റെ സന്തോഷം നിനക്കൊന്നും സംഭവിക്കില്ല അളിയാ. നീ ഇത് സമാധാനപ്പെട്. ഇല്ലടാ. പിന്നെ എന്റെ ബൈക്ക് അതിന്റെ അനിയന് കൊടുത്തേക്കണം. അവൻ കുറെ നാൾ കൊണ്ട് അത് ചോദിച്ചതാ. എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. സന്തോഷേ അളിയാ ഇത് എന്റെ തരാനുള്ളൂ. എന്റെ പെങ്ങളെ കല്യാണം നടത്തണം. ഒന്നും ഇല്ലടാ. ആര് പറഞ്ഞ്? 3.5 പവനുണ്ട്. ഇതല്ല നിനക്കൊന്നും ഇല്ലടാന്ന്. എടാ എന്തോ എന്റെ പൂമയുടെ ഷൂ നീ ചോദിച്ചില്ലേ? അത് നീ വീട്ടിൽ നിന്ന് എടുത്തോടാ. നേരത്തെ എടുത്ത് സോറി. എനിക്കൊന്നും ഇല്ല എണ്ണ. ശരിയാ, നിന്നെ ഒരു പരിചയവും ഇല്ല. എന്നാലും ഒന്നോ ഇത് നിനക്കിരിക്കട്ടെ. പിന്നെ എന്റെ ഈ ഫോൺ ഇതാർക്കും കൊടുക്കരുത്. 8 പൊട്ടിച്ച് കടലിലെറിഞ്ഞേക്കണം. പിന്നെ എറിയുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. 8 പൊട്ടിച്ച് തന്നെ എറിയണം. അതെന്തിനാടാ? അല്ലെങ്കിൽ ഈ ഫോൺ തിരമാല അടിച്ച് എന്റെ ഭാര്യയുടെ കൈ കിട്ടിയാൽ അവൾ എന്റെ ആത്മാവിനെ ആവാഹിച്ച് വിളിച്ചു വരുത്തി എന്നെ തല്ലുവടാ.